റെഗുലേഷന്റെ ആവശ്യമില്ല. കാരണം റിപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ആൾക്കാർ ഉപയോഗിക്കാറില്ല. ഉദാഹരണം, ഇപ്പൊ ക്യാഷ് കൊടുക്കുന്നു, 1 ലക്ഷം രൂപ ഞാൻ ഇന്ന് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞൊരു വീഡിയോ ഇവിടെയാണ്. അത് ഇല്ലീഗലാണ്. ഏത് കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് ഫേസ്ബുക്കിന്റെ ആണെങ്കിലും യൂട്യൂബിന്റെ ആണെങ്കിലും ഇൻസ്റ്റയുടെ ആണെങ്കിലും നമ്മളത് സെലക്ട് ചെയ്തിട്ട് അവിടെ സ്കാം എന്നും പറഞ്ഞ് റിപ്പോർട്ട് അടിച്ചു കഴിഞ്ഞാൽ അവന്റെ അക്കൗണ്ട് പോകും. പക്ഷെ ആർക്കാർക്ക് അറിയില്ല ഇത് എവിടെ റിപ്പോർട്ട് ചെയ്യണം. അവരവിടെ പോയിട്ട് ചൈൽഡ് ബോൺ എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യും. അങ്ങനെ റിപ്പോർട്ട് ചെയ്താൽ ആ അക്കൗണ്ട് പോകും. പറഞ്ഞു കൊടുത്തൂടെ? അല്ല, ഞാനിപ്പോ പറഞ്ഞു. ഒരു പ്രധാനപ്പെട്ട കാര്യം, പലപ്പോഴും നമ്മളുടെ ഇൻഫ്ലുവൻസേഴ്സ് പറഞ്ഞായിക്കോട്ടെ, സോഷ്യൽ മീഡിയ കണ്ടന്റ് ചെയ്യുന്നവരുടെയും അവരുടെ മെന്റൽ ഹെൽത്ത് ഇമ്പോർട്ടന്റ് ആണ്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കണ്ടന്റുകൾ ഇടുന്നവർ തീർച്ചയായിട്ടും സമൂഹത്തിന് പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ആണ്. പക്ഷേ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സൈക്കോപാത്തിന്റെ ലെവലിലേക്കോ അല്ലെങ്കിൽ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് വെച്ച് ചില ആളുകളെ ടാർഗറ്റ് ചെയ്ത് ചെയ്യുന്ന ആളുകളുടെ അവരുടെ മാനസികാവസ്ഥ, അവരുടെ മെന്റൽ ഹെൽത്തിന്റെ കൺസേൺസ് വരുമ്പോൾ അവർ കൊടുത്തുവിടുന്ന ചില കാര്യങ്ങളെല്ലാം സമൂഹത്തെ നെഗറ്റീവായിട്ട് സ്വാധീനിക്കുന്നത് ഉറപ്പാണ്. പ്രത്യേകിച്ചും പലപ്പോഴും ചില ഇത്തരം മാലിന്യങ്ങൾ എൻജോയ് ചെയ്യുന്ന ആൾക്കാർ ഒത്തിരി ഉണ്ട്. ഇപ്പോൾ ഈ ഇടയ്ക്ക് വന്ന 1-2 സിനിമകൾ ഒരിക്കൽ അത് പുറത്തു പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് റൈറ്റർ പറഞ്ഞ സൊസൈറ്റി ഡാർക്ക് ആകുന്നത് കൊണ്ടാണ് എൻ്റെ പടങ്ങൾ ഹിറ്റ് ആകുന്നത്. കാരണം എന്താണ്, ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന പല സിനിമകൾക്കകത്തും ഡാർക്ക് കോണ്ടന്റുകൾ കുറച്ച് കൂടുതലായിട്ട് വരുമ്പോൾ സൊസൈറ്റിയുടെ മൊത്തത്തിലൊരു മാനസികാരോഗ്യം സ്വാധീനിക്കപ്പെടുന്നുണ്ട്, നെഗറ്റീവ് ആകുന്നുണ്ട്, വ്യക്തി ജീവിതങ്ങൾ ഔട്ടായി പോവുകയാണ്. വേറൊരു കാര്യം കൂടി ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് നിങ്ങൾ നെഗറ്റീവ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കണേ. വഴി സൈഡില് 10 രൂപയ്ക്ക് അതായത് വഴി സൈഡിൽ 10 രൂപയ്ക്ക് കപ്പലണ്ടി കച്ചവടം നടത്തുന്ന ചേട്ടനും ചേച്ചിയും മുതല് കോടിക്കണക്കിന് രൂപ ടേൺ ഓവർ നടത്തുന്ന ബിസിനസ്സുകാർ വരെ ഇന്ന് സോഷ്യൽ മീഡിയ കൊണ്ടാണ്. ഇന്നിപ്പോ എന്നെ ആശ്രയിച്ച് നിൽക്കുന്ന, എനിക്ക് കിട്ടുന്ന വരുമാനം എന്നെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഇത് പറഞ്ഞ പോലെ എത്ര കിഡ്നി രോഗികള്, അല്ലല്ല എത്ര കിഡ്നി രോഗികൾ സോഷ്യൽ മീഡിയ കൂടെ പിരിച്ചു കിട്ടുന്ന പൈസ കൊണ്ട് എത്ര ജീവനുകൾ ഇന്ന് ജീവിക്കുന്നു, എത്ര കുടുംബങ്ങൾ ഇന്ന് അന്തി ഉറങ്ങുന്നു. അതിങ്ങനെ ഓരോരുത്തർ ചെയ്യുന്നതാണ്. എത്ര വീട്ടമ്മമാർ അവരുടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി ചെയ്യുന്ന നല്ല കാര്യത്തോട് 100% ഞങ്ങൾ യോജിക്കുന്നു. അതിനൊന്നും ഒരു തെറ്റുമില്ല. നെഗറ്റീവ് ആണ് ആൾക്കാർ, നെഗറ്റീവ് ആയിട്ടുള്ള സന്ദേശം. എല്ലാ ചക്കി നന്നാവില്ലല്ലോ. മൊത്തത്തിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോ എല്ലാവരും ആ കണത്തിൽ ഇതൊന്നും പ്രശ്നമല്ല. ഇതിലിപ്പോ ഞാൻ കണ്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സംസാരിച്ച കാര്യങ്ങളില് ഒരു കാര്യം എനിക്ക് ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് ഇൻഫ്ലുവൻസറിനെ അല്ല ഇവര് പറയണ കുറ്റം പറയണ മുഴുവനും. ഇവര് പറയണത് ഇതില് നെഗറ്റീവ് സോഷ്യൽ മീഡിയ എഴുതി വിടണ കണ്ടന്റ് റൈറ്റേഴ്സിനെ. അതായത് ഇപ്പോ ബ്ലോഗേഴ്സിനല്ല ഇപ്പൊ ഇതിൽ കുറ്റം പറഞ്ഞ ആരെങ്കിലും ഒരാള് ബ്ലോഗറിനെ കുറ്റം പറഞ്ഞായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇല്ല, നല്ല ഫുഡിനെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നു. അദ്ദേഹത്തിന് എന്തോ കുറ്റം പറയുന്നത്? ഫിറ്റ്നസിനെ കുറിച്ച് സംസാരിക്കുന്നു. അവരെ കുറിച്ച് എന്താ നമുക്ക് കുറ്റം പറയാം? ഞാൻ ചിലപ്പോ അവരെ കുറ്റം പറയുന്നിരിക്കും. അധികം ഓവർ ആവരുത്, പാവങ്ങളെ അസുഖത്തിലേക്ക് തള്ളരുത് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫുഡ് ബ്ലോഗേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ഈ ഫിറ്റ്നസ് ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ റീച്ച് കുറവാണ്. അല്ല, ഞാൻ പറയുന്നത് അങ്ങനെയല്ല. എല്ലാ രീതിയിലുള്ള ഫുഡുകൾ എക്സ്പ്ലോർ ചെയ്യും. പക്ഷെ ഈ കൊള്ളില്ലാത്തതും കൊള്ളാവുന്നതും ഇപ്പൊ ഞാനത് പറയുന്നില്ല. ഭയങ്കര ഫാൻസി ആയിട്ട് പുറത്തുനിന്ന്, അതായത് നമ്മളിപ്പോ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പുറത്തുനിന്ന് യൂറോപ്യൻ കൺട്രീസിൽ എക്സ്പ്ലോർ ചെയ്യുന്ന ഫുഡ് പോലും ഇവിടെ അവൈലബിൾ ആണ്. പക്ഷെ ഈ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ചെറിയ, നമ്മൾ സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജുറിയസ് ടു ഹെൽത്ത് എന്നൊക്കെ പറയുന്ന പോലെ ഫുഡിന് കുറച്ച് കൺട്രോൾ ഒക്കെ നിങ്ങൾ എന്തെങ്കിലും ഒക്കെ രീതിയിൽ ഇത് നോക്കുമ്പോൾ എവിടെ എല്ലാ മുക്കിലും ഫുഡ് ബ്ലോഗേഴ്സിന്റെ ബഹളമാണ്. അപ്പം ഇത് ആൾക്കാർ എക്സ്പ്ലോർ ചെയ്യുന്നു. അതെ, അത് കാരണം എനിക്ക് ബിസിനസ് കിട്ടുന്നുള്ള രണ്ടാമതാണെങ്കിൽ പോലും പക്ഷെ ആൾക്കാർ കുഞ്ഞു വയസ്സിൽ അസുഖങ്ങൾ വരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.